അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്ന കാര്യമാണ്. കോടാനുകോടി രൂപയുടെ കടമാണ് നമ്മുടെയൊക്കെ തലക്ക് മുകളിലുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പോലും അതിന് മുതിരുന്നില്ല, തയ്യാറെടുക്കുന്നില്ല എന്ന ഒരു സത്യം നമുക്ക് പലർക്കും അറിയാം. കാരണം പുതിയ ഒരു ബിസിനസ് ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് 2-3 മാസങ്ങൾ കഴിയുമ്പോഴേക്ക്, മാക്സിമം ഒരു 6-7 മാസം കഴിയുമ്പോഴേക്ക് ഷട്ടർ താവുകയാണ്. അന്വേഷിക്കുമ്പോൾ കച്ചവടമില്ല, അത് പൂട്ടി. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും കയ്യിലിരിക്കുന്ന പണം ബിസിനസ്സിലൂടെ അത് ഉയർത്തിക്കൊണ്ടുവരാനും ബിസിനസ് ചെയ്തുകൊണ്ട് പണം കൂടുതൽ ഉണ്ടാക്കുവാൻ ആർക്കും താല്പര്യമില്ല. കാരണം ഒരു പക്ഷേ ലക്ഷങ്ങൾ രൂപ നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറക്കി 4-5 മാസം കഴിഞ്ഞ് കച്ചവടം പൂട്ടിയാൽ ആ പൈസ വെറുതെ പോവുകയാണ്. ഇത് പേടിച്ച് ആരും നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായും ബിസിനസ്സിന് മുതിരുന്നില്ല. കാരണം ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിദ്യാസമ്പന്നരായ യുവാക്കൾ, ചെറുപ്പക്കാരായ ആളുകൾ പഠനം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അവർ പോവുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക്. നാട്ടിലാരും നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്ന സമയത്ത് തന്നെ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന കോഴ്സ് ഏതാണ്, അവർ പഠിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് തന്നെ വിദേശത്ത് കൂടുതൽ സ്കോപ്പുള്ള ജോലി ഏതാണ് അതന്വേഷിച്ച് അതാണ് അവിടെ പഠിക്കുന്നത്, അവർ പഠിക്കുന്നത്. കാരണം പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഇവിടുന്ന് പറക്കാം. ഓടുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാരായ ആളുകൾ. ഒരു നാടിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള ചെറുപ്പക്കാരായ യുവാക്കളായ ആളുകളാണ്. അവരുടെ ചുറുചുറുക്കും വിദ്യാഭ്യാസവും അവരുടെ ചോരയും നീരും ആവേശവും ഉന്മേഷവും ഒക്കെ നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമാണ്. അവരില്ലാതെ നമ്മുടെ നാട് ഉണരുകയില്ല. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാടുകളിലുള്ള ചെറുപ്പക്കാരൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വിദേശ രാജ്യങ്ങളിലേക്ക് ഓടുകയാണ്. കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലിയും അവരുദ്ദേശിക്കുന്ന സാലറിയും മറ്റു ജീവിത സൗകര്യങ്ങളും ഒക്കെ അവിടെയാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അവരങ്ങോട്ട് പോകും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ അവരെ നിലനിർത്താനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് നമുക്ക് വേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നാട്ടിലുള്ള ബിസിനസ് നമുക്ക് മെച്ചപ്പെടാനും നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഉയർച്ച ലഭിക്കാനും പുതിയ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ഈ ഒരു ചെറിയ ടിപ്പൊന്ന് അറിഞ്ഞിരിക്കുക. മറ്റൊന്നുമല്ല, നിങ്ങളൊരു പുതിയ ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ സ്ഥാപനത്തിൽ, നിങ്ങളുടെ ഷോപ്പിൽ, നിങ്ങളുടെ കടയിൽ സൂറത്തുൻ നസ്ർ അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്ന ഈ സൂറത്തുൻ നസ്ർ എഴുതി അല്ലെങ്കിൽ കോപ്പി എടുത്തതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ കടയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ തൂക്കിയിടുക. ഇത് നിങ്ങളുടെ കച്ചവടത്തിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ സ്ഥാപനത്തിലും നിങ്ങളുടെ ഷോപ്പിലൊക്കെ നല്ല ബർക്കത്ത് ലഭിക്കാനും കൂടുതൽ കച്ചവടം ലഭിക്കാനും അത് മുഖാന്തരം നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കാനും നിങ്ങൾക്ക് സഹായകമാകും. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ അതൊക്കെ ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബിസിനസ് സംരംഭങ്ങളും നമ്മുടെ മറ്റുള്ള എല്ലാ ഇടപാടുകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നാട്ടിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടത്തിലൊക്കെ അല്ലാഹു നല്ല ബറക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.